സംസ്ഥാനത്തെ LPG സിലിണ്ടർ ക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാട് ബാലിശമാണെന്ന് പറയുകയാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ. കേരളത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടും ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. സംസ്ഥാനത്തിനുള്ള പാചകവാതക അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേരളത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയതെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ താൻ പറയാതെ തന്നെ ഇതേക്കുറിച്ച് അറിയേണ്ട ആളാണ് ശ്രീമാൻ സുരേഷ് ഗോപി. ഇതിൽ കൂടുതൽ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും മന്ത്രി അനിൽ പറയുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ആഗോളതലത്തിൽ ഇന്ധന വിതരണം തടസ്സപ്പെട്ടതോടെയാണ് കേരളത്തിലും പാചകവാതകത്തിന് കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഗ്യാസ് സിലിണ്ടറുകൾ ഇപ്പോൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. സംസ്ഥാനത്തെ ജനങ്ങൾ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെടുകയാണെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഗൗരവമായി അവർ കാണുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. വരും ദിവസങ്ങളിൽ പാചകവാതക വിതരണം സുഗമമാക്കാൻ സംസ്ഥാന സർക്കാർ കൂടുതൽ ബദൽ മാർഗങ്ങൾ ആലോചിച്ചു വരികയാണെന്നും GR അനിൽ പറയും. കഴിഞ്ഞ ദിവസം ഗ്യാസ് ക്ഷാമത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി മന്ത്രാലയത്തിൽ വരണം എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് റോഡരികിൽ സംസാരിക്കാനുള്ള ഒരു കാര്യമല്ല, മന്ത്രാലയത്തിലേക്ക് വന്നാൽ അവിടെ വെച്ച് മറുപടി നൽകാം എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത്. അതേസമയം കേരളത്തിലെ പാചകവാതക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി വീട്ടിലെത്തിയ മന്ത്രി GR അനിലിനെതിരെ സുരേഷ് ഗോപി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. നെടുമങ്ങാട് MLA ദുരുദ്ദേശമായാണ് തന്റെ വീട്ടിൽ വന്നതെന്നും രാഷ്ട്രീയക്കാർ എങ്ങനെ ആകാൻ പാടില്ലെന്നും അതിനുള്ള ശിക്ഷ നെടുമങ്ങാട് ഉള്ളവർ അദ്ദേഹത്തിന് നൽകണമെന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞു. ഒരു MLAക്ക് വക്രബുദ്ധിയാകാം, ഒരു മന്ത്രിക്ക് അത് പാടില്ലെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലെ സിലിണ്ടർ ക്ഷാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി മന്ത്രി GR അനിൽ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തുകയും അദ്ദേഹത്തെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കേരളത്തിനുള്ള പാചകവാതക വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് മന്ത്രി അനിൽ സുരേഷ് ഗോപിയെ കണ്ടത്. സംസ്ഥാനത്ത് എല്ലാ കുടുംബങ്ങളെയും ബാധിക്കുന്ന തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മലയാളി മന്ത്രി ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം മുൻകൈയെടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. വീടുകളിൽ ഗ്യാസ് ഇല്ലാതെ വരുന്നത് ഒരു പ്രശ്നമേ അല്ലെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി സാർ നടക്കുന്നത്. അദ്ദേഹത്തിനെ നേരിട്ട് വീട്ടിൽ പോയി കണ്ട് ഈ കാര്യം ഒന്ന് പറയാൻ കേരളത്തിലെ ഒരു മന്ത്രി ശ്രമിച്ചതിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? അതിനാണ് ഇയാൾ MLAക്ക് വക്രബുദ്ധിയാകാം, മന്ത്രിക്ക് പാടില്ല എന്നൊക്കെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് GR അനിലിനെ നെടുമങ്ങാട് ഉള്ളവർ ഇനി എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. രാജ്യത്തെ പ്രതിപക്ഷ നീക്കങ്ങളെല്ലാം വൈകൃതം നിറഞ്ഞതാണെന്നും സുരേഷ് ഗോപി പറയുന്നു. ഒന്ന് വിട്ടുകൊടുത്താൽ ഭാരതത്തിന്റെ പ്രതിപക്ഷം പോയി എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ മുഴുവൻ ബോംബിട്ട് നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് വൈകൃതം നിറഞ്ഞതാണ് അവരുടെ പ്രതിപക്ഷത്തെ ഓപ്പറേഷൻ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുത്തിത്തിരിപ്പുകാർക്ക് കേരളത്തിലെ ജനം വളമിടില്ല. സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ സംഘ ശബ്ദശക്തി നിയമസഭയിൽ ഉണ്ടാവണമെന്നും കൂടെ സുരേഷ് ഗോപി പറയുന്നു. ഇദ്ദേഹം പലപ്പോഴും എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. പെട്രോളിയം ഗ്യാസ് മന്ത്രിയോട് ഗ്യാസ് ക്ഷാമത്തെക്കുറിച്ച് ചോദിച്ചാൽ ഓഫീസിൽ വന്ന് ചോദിക്കൂ എന്നാണ് മറുപടി. എന്റെ വകുപ്പാണോ അവിടെയെല്ലാം ബോംബിടുന്നത്? ഓരോ വീട്ടിലും അമ്മമാർക്ക് അറിയില്ലേ കാര്യങ്ങൾ? ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞു വരുവാണെന്ന് പിള്ളേര് പോലും പറയുമല്ലോ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. സുരേഷ് ഗോപി സാറിന്റെ മണ്ഡലത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു, ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറി. ഹോസ്റ്റലുകളിലും സ്ഥാപനങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലും ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്തത് കാരണം കുട്ടികൾക്കും അധ്യാപകർക്കും ഭക്ഷണം കിട്ടുന്നില്ല. അതൊന്നും ഈ സഹമന്ത്രി അറിഞ്ഞിട്ടുമില്ല. കേരളത്തിൽ മിത്രങ്ങൾക്ക് എല്ലാം ഇപ്പോഴും ഗ്യാസ് സിലിണ്ടർ ധാരാളം കിട്ടുന്നുണ്ട്. പണ്ട് നോട്ട് നിരോധന കാലത്തും ഒട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത ഇന്ത്യയിലെ ഒരേ ഒരു വിഭാഗം ഈ സംഖ്യകൾ മാത്രമായിരുന്നു.